ഇപ്പോൾ തന്നെ നിങ്ങളുടെ ട്രൈ ക്യാബിനറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രൈ ക്യാബിനറ്റിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ എത്രയാണെന്ന്. നിങ്ങളുടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ 50-60 മേലോട്ടൊക്കെ ആണെങ്കിൽ ഉറപ്പായും നമ്മുടെ ക്യാമറയിലും ലെൻസുകളിലും ഫംഗസ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുക താഴോട്ട് പോന്നാൽ കുഴപ്പമില്ലല്ലോ, താഴോട്ട് പോന്നാലും പ്രോബ്ലം ഉണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. കാരണം ഇപ്പോൾ മഴക്കാലമാണ്. നമ്മുടെ ഗാഡ്ജറ്റുകൾ, അതായത് ക്യാമറയും നമ്മുടെ ലെൻസുകളും ഫംഗസ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും സംസാരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ട്രൈ ക്യാബിൻ തന്നെയാണ്. എന്നാൽ ചില ആൾക്കാർ നമ്മൾ അതിന് സിലിക്ക ജെല്ല് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ബെറ്റർ നമുക്ക് ട്രൈ ക്യാബിൻ തന്നെയായിരിക്കും. എന്നാൽ ഈ ട്രൈ ക്യാബിൻ മേടിച്ച് വെച്ച് അതിനുള്ളിലേക്ക് പല ആൾക്കാരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രൈ ക്യാബിൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ ഓൺലൈനായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വേറൊരു അധികം ബോധവൽക്കരണം കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാകില്ല. മിക്കവാറും തന്നെ വാങ്ങിച്ച് നമ്മൾ അതിനുള്ളിലേക്ക് ലെൻസും ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ ക്യാമറ ലെൻസുകളും പ്രൊട്ടക്ഷൻ ആവുന്നില്ല. കാരണം ഇതിൻ്റെ RH എന്ന് പറയുന്ന ഹ്യൂമിഡിറ്റി കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ RH നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 40-ക്കും 50-ക്കും ഇടയിലായിരിക്കണം ഇതിൻ്റെ RH വരിക. ഏറ്റവും നല്ലത് 45-ൽ RH കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി സെറ്റിങ്. ട്രൈ ക്യാബിൻ മേടിച്ച് വെച്ച ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ട്രൈ ക്യാബിനറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രൈ ക്യാബിനറ്റിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ എത്രയാണെന്ന്. നിങ്ങളുടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ 50-60 മേലോട്ടൊക്കെ ആണെങ്കിൽ ഉറപ്പായും നമ്മുടെ ക്യാമറയിലും ലെൻസുകളിലും ഫംഗസ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുക താഴോട്ട് പോന്നാൽ കുഴപ്പമില്ലല്ലോ, താഴോട്ട് പോന്നാലും പ്രോബ്ലം ഉണ്ട്. ഒരു 40-35 താഴോട്ടൊക്കെ പോന്നാലും അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ലെൻസുകളുടെ റബ്ബർ പാർട്സുകൾക്ക് കേടുവരാനും അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ ലൂബ്രിക്കൻസിന് ഉറച്ചു പോകാനും ഒക്കെ ഉള്ള സാധ്യത, അത് ഓട്ടോ ഫോക്കസ് ആണല്ലോ, അത് ഉറച്ചു പോകാനും ഒക്കെ ഉള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായും നിങ്ങളുടെ ട്രൈ ക്യാബിനറ്റ് ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ 40-നും 50-നും ഇടയിലാണോ എന്നുള്ളത്. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയായി നമുക്ക് ഉടനെ കാണാം.